നമസ്കാരം, മിങ്സ് ബുക്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സിത്താര എസിൻ്റെ അവളും ഞാനും എന്നൊരു പ്രണയകഥ പരിചയപ്പെടാം. വളരെ വ്യത്യസ്തമായൊരു കഥയാണ് കേട്ടോ ഇത്. അത്യഗാധമായി പ്രണയിച്ചിരുന്ന രണ്ടുപേര്, അവരിലൊരാളെ വിധി മരണത്തിൻ്റെ രൂപത്തിൽ തട്ടിയെടുക്കുന്നു. അവളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നുണ്ട്. അയാളെ അവൾ പ്രണയിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അയാളാകട്ടെ അതിക്രൂരമായി അവളെ ഉപദ്രവിക്കുകയും അതിഗാഠമായിട്ട് അവളെ പ്രണയിക്കുകയും ചെയ്തിരുന്നു. നിരന്തരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്കൊടുവിൽ അയാളിൽ നിന്ന് ഓടിയകലാൻ അവൾ തീരുമാനിക്കുന്നു. അവൾ അകന്നു പോകുന്നു എന്ന ഭയം ഉള്ളിൽ ജനിക്കുന്ന അയാൾ അവളെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു. ആശുപത്രി കിടക്കയിൽ വെച്ച് അയാളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ പല സ്ത്രീകളെയും അവൾ കണ്ടുമുട്ടുന്നുണ്ട്. അവരിലൊരു പെൺകുട്ടി അവളുമായി വളരെ അടുപ്പത്തിലാകുന്നു. അവൾ അയാളുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കി അയാളെ അഗാധമായി പ്രണയിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ കാരുണ്യത്തിൻ്റെയും അലിവിൻ്റെയും കൈകൾ അവൾക്ക് നേരെ നീളുമ്പോഴേക്ക് കഥ അവസാനിക്കുകയാണ്. പ്രണയത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് കഥാകാരി ഇതിൽ പറഞ്ഞു പോകുന്നത്. അഗാധമായി പ്രണയിച്ച രണ്ടുപേരുടെ കഥ പറയുമ്പോൾ ഒരിക്കലും സഫലമാകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും സഫലീകരിക്കാൻ പറ്റാത്ത പ്രണയത്തിനാണ് മാധുര്യമെന്ന് ഒരിക്കൽ കൂടി കഥ വിളിച്ചു പറയുന്നു. അതിക്രൂരമായി ഉപദ്രവിക്കുകയും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തൻ്റേത് മാത്രമായിരിക്കുകയും ചെയ്യണമെന്ന് വാശി പിടിക്കുകയും അവളെ ഉപദ്രവിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന വന്യമായ ഒരു പ്രണയത്തിൻ്റെ മുഖവും ഇതിലുണ്ട്. ഒരുവേളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരാളുടെ കൂടെ സമയവും ഇഷ്ടങ്ങളും ഷെയർ ചെയ്യുന്ന അയാളുടെ തന്നെ വ്യത്യസ്തമായ ഒരു പ്രണയമുഖവും കഥാകാരി കാണിക്കുന്നുണ്ട്. ഒരാളുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കി അയാൾ മറ്റൊരാളുടെ സ്വന്തമാണ് എന്ന അറിവോടെ അയാളെ സ്നേഹിക്കുന്ന പ്രണയത്തിൻ്റെ വേറൊരു തലവും ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക. വ്യത്യസ്തമായ രീതിയിൽ പ്രണയത്തെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കഥയാണിത്. സിത്താര എസിൻ്റെ അവളും ഞാനും.